ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്നപ്പോൾ തന്നെ ലല്ലു എൻ്റെ കൂടെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് എന്തുവാന്ന് ലല്ലുവിന് നന്നായിട്ട് അറിയാം. ഞാൻ ഇടയ്ക്ക് ഇതിങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ മടക്കി വെച്ചേക്കുന്ന ഡ്രസ്സുകളല്ലേ, അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്ത് വെയിലൊക്കെ കൊള്ളിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ആളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തുവാണെന്ന് അവൻ അറിയാം. അപ്പം ഞാൻ മാറിയിരിക്കും ലല്ലു, അമ്മ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പം ഞാനും ഉണ്ടമ്മ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുവാണ് കേട്ടാ. ഇനി ഈ പെട്ടിയൊക്കെ തുറന്ന് ഇതിനകത്തിരിക്കുന്ന ഡ്രസ്സൊക്കെ വലിച്ചു വാരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് അതിലൊന്ന് കളിച്ച് എല്ലാം നശിപ്പിച്ച് കുറേ ബീഡ്സും കുറേ മിററും ഒക്കെ അതിൽ നിന്ന് പിച്ചി പറക്കിയൊക്കെ എടുത്ത് കളിച്ചു കഴിഞ്ഞാലേ അവനൊരു സമാധാനം ഉണ്ടാവത്തുള്ളൂ. അതാ കണ്ടില്ലേ, ഇനി ഇവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു സൈഡിലോട്ട് മാറ്റണം. അങ്ങനെ ഞാൻ കുറച്ച് ടോയ്സ് ഒക്കെ കൊടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി ഇരുത്തിയിട്ടുണ്ട്. ആള് ടോയ്സ് കളിച്ച് മതിയായി പുറത്തിറങ്ങി വരുന്നതിന് മുന്നേ എനിക്ക് ഈ വീഡിയോ എടുത്ത് തീരണം. അല്ലെങ്കിൽ ഇന്നിനി ഈ വീഡിയോ എടുക്കുന്ന കാര്യം നടക്കത്തില്ല, പിന്നൊരു ദിവസം നടക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഈ പെട്ടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് ഇതിനകത്തിരിക്കുന്ന ഡ്രസ്സൊക്കെ ഒന്ന് പുറത്തോട്ട് എടുത്ത് വെക്കട്ടെ. അപ്പോൾ എല്ലാ ഡ്രസ്സും പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് കാണിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിതൊക്കെ ഇതിൻ്റെ ടോപ്പൊക്കെ ഞാൻ തന്നെ പറഞ്ഞ് അടുത്തുള്ളൊരു സ്ഥലത്ത് നിന്ന് തയ്പ്പിച്ച് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നുമില്ല, ഒരു 2 ലെഹങ്കയും 2 സാരിയും, ഒരു ലെഹങ്ക എൻ്റെ വീട്ടിലതും, ഒരു ലെഹങ്ക ചേട്ടൻ്റെ വീട്ടിലതും, പിന്നെ എൻ്റെ വെഡ്ഡിങ് സാരി, പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം വീട്ടിലോട്ട് പോകുമല്ലോ അപ്പോഴത്തേക്കുള്ള ഒരു സാരി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പെട്ടിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് എൻ്റെ വീട്ടിലെ ലെഹങ്കയാണ് കേട്ടോ. തലേ ദിവസം റിസപ്ഷൻ്റെ ലെഹങ്കയാണ്. ഇതൊരു ലൈറ്റ് പീച്ച് കളറാണ് കേട്ടോ. ഒരുപാട് ഡാർക്ക് അല്ല, ഒരുപാട് ഹെവിയും അല്ല. മിറർ വർക്ക്, ബീഡ്സ് വർക്കുമാണ് ഇതിലുള്ളത്. കൈ വന്നിട്ട് നെറ്റാണ്. ഇതിൻ്റെ ഷോളാണ്. ഞാൻ ഈ ലെഹങ്ക എടുക്കാനുള്ള പ്രധാന കാരണം ഈ ഷോളാണ്. എനിക്ക് ഈ ഷോള് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് എടുത്തത്. ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറാണ്. അതിൻ്റെ സൈഡിലെ വർക്ക് സൂപ്പറാണ്. ആ വർക്കും ഈ ഷോളിൻ്റെ കളറും നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്കേർട്ടാണ്. താഴെ നല്ല ഹെവി വർക്കുണ്ട്, മുകളിൽ ചെറിയ ചെറിയ ഫ്ലവറാണ്. അപ്പം ഇങ്ങനെയാണ് ഇത് ഇടുമ്പോൾ വരുന്നത്. ഫോട്ടോയ്ക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതെൻ്റെ വെഡ്ഡിങ് സാരിയാണ്. ഇത് ചില്ലി റെഡ് കളറാണ്. ചില്ലി റെഡ് കളറിൽ ഫുള്ള് കസവിൻ്റെ വർക്കാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഉടുക്കുമ്പോൾ നല്ല ഷെയ്പ്പായിട്ടിരിക്കുന്നുണ്ട്. നടക്കാനോ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഉടുക്കുമ്പോഴത്തേക്കും. നല്ല സോഫ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടെടുത്തൊരു സാരിയാണിത്. കുഴപ്പമില്ല, നല്ലൊരു സാരിയാണിത്. അടുത്തത് ചേട്ടൻ്റെ വീട്ടിൽ റിസപ്ഷൻ ഇട്ട ലെഹങ്കയാണ്. ഇത് ഡാർക്ക് മെറൂൺ കളറാണ്. ഇതതിൻ്റെ ടോപ്പ്, ഇതതിൻ്റെ ഷോളിന് അത്യാവശ്യം നല്ല ഹെവി വർക്കും ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള ഷോളാണ് കേട്ടോ. പിന്നെ എടുക്കുന്നത് അതിൻ്റെ സ്കേർട്ടാണ്. സ്കേർട്ടിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഈ സ്കേർട്ടിൻ്റെ അത്രയും വെയിറ്റ് ഞാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഈ എടുത്ത എല്ലാ ലെഹങ്കയും നന്നായിട്ട് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഹൈറ്റിനും വെയിറ്റിനും ഇത് ഒരുപാട് വലുതായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ തയ്പ്പിച്ച് ശരിയാക്കി എടുത്ത് ഉപയോഗിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയൊരു സാരിയാണ് ഇത്. ഇതും ഡാർക്ക് മെറൂൺ കളറാണ്. അതിൽ ഗോൾഡ് വർക്കാണ് ഫുള്ള്. ഇത് ഫ്ലവറാണ് കേട്ടോ, ബോഡി ഫുള്ള്. ഇത് ഉടുക്കുമ്പോൾ നല്ല രസമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതും ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനെ ഉടുക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഉടുക്കുമ്പോൾ നല്ല ഭംഗിയുമാണ്. അപ്പോൾ അമ്മയുടെ സാരി എല്ലാം കാണിച്ചാലോ, ഇനി എൻ്റെ കുറച്ച് ഡ്രസ്സ് കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ലല്ലു വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ ഡ്രസ്സും അവൻ്റെ ടോയ്സും ഒക്കെ രണ്ടും 2 പെട്ടിയിലാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വീഡിയോ എടുക്കുക അച്ഛാന്ന് ലല്ലു പറയുന്നുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുകയാണ്. ഇത് കൊള്ളാവോ അത് കൊള്ളാവോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോന്നായിട്ട് വെച്ച് കാണിക്കുന്നുണ്ടല്ലോ. ഇത് കൊള്ളാവോ അച്ഛാ, ഇത് കൊള്ളാവോ അച്ഛാ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.